ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബിറ്റ് കോയിൻ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് നിൽക്കുമ്പോൾ, ഒരു $60,000 ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർ പറയും ഒരു $20,000 കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമായിരുന്നു എന്ന് അവർ പറയും. ആൻഡ് മാർക്കറ്റ് ഒന്ന് ക്രാഷ് ആയി ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു $20,000 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും ഒരു $10,000 ചിലപ്പോൾ പോകും, അപ്പോൾ വാങ്ങിക്കാമെന്ന് പറയും. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാലമാണ് ഈ മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട്. എല്ലാ സമയത്തും ബൈ ചെയ്യണം എന്നല്ല പറയുന്നത്, കൃത്യമായിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, കൃത്യമായിട്ടുള്ള ബൈയിങ് സോൺസ് ഉണ്ടായിരിക്കും. സോ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ബൈയിങ് സോണുകളിൽ ബൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പലരും ആ ഒരു ബൈയിങ് സോണിൽ ബൈ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറില്ല, അല്ലെങ്കിൽ ഇനിയും താഴേക്ക് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ബൈ ചെയ്യാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഉണ്ടാവാറുണ്ട്. ഇതിന് മുൻപ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു $20,000 എത്തിയപ്പോൾ ഞാൻ അവിടെ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ ചില ആളുകൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ഇനിയും താഴേക്ക് പോകും, സോ ഇപ്പോൾ ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കില്ല എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ഇനിയും താഴേക്ക് പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രൈസ് ഇനിയും താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള ബൈയിങ് സോണുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളോട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. മാർക്കറ്റ് ആർക്കും തന്നെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് അവിടെ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് കിട്ടാവുന്ന ഡാറ്റാസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി, ബൈയിങ് സോൺസ് കണ്ടെത്തി അവിടെ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഞാൻ ബൈയിങ് സോണുകളായിട്ട് കണക്കാക്കിയിട്ടുള്ള കുറച്ച് ഏരിയാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Mt.Goxന്റെ ബിറ്റ് കോയിൻ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഓൺലൈനിൽ കറങ്ങി നടക്കുന്നുണ്ട്. Mt.Gox എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Mt.Gox എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഒരു ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് ആണ്. ഹാക്കേഴ്സ് കാരണം പൂട്ടി പോയിട്ടുള്ള ഒരു ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് ആണ്. സോ അതിലെ യൂസേഴ്സിന് അവരുടെ ബിറ്റ് കോയിൻ എല്ലാം തന്നെ റീപേ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബിറ്റ് കോയിൻ എല്ലാം തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ Mt.Goxന്റെ ഭാഗത്തുനിന്നും അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അറിയിപ്പും തന്നെ ഈ ഒരു റീപേയ്മെൻറ്റിനെ പറ്റിയിട്ട് വന്നിട്ടില്ല. മാത്രമല്ല അവരുടെ റീപേയ്മെൻറ്റ് ഇതുവരെ ലൈവ് ആയിട്ടില്ല. പക്ഷേ ഒരുപാട് ഓൺലൈൻ മീഡിയാസ്, ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഈ കാര്യങ്ങൾ വളരെയധികം എന്തോ വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്തോ വലിയ ഒരു പ്രശ്നം മാർക്കറ്റിൽ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു 140K ബിറ്റ് കോയിൻ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 8 വർഷം മുൻപ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ അവർക്ക് ഇന്ന് വളരെ വലിയ ഒരു എമൗണ്ട് ആയിരിക്കും അവരുടെ ആ ഒരു ബിറ്റ് കോയിനിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. സോ അവർക്ക് ആ ഒരു 140K ബിറ്റ് കോയിൻ ഈ ആളുകൾക്ക് റിലീസ് ചെയ്ത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവരത് സെല്ല് ചെയ്ത് ഒഴിവാക്കുകയും വളരെ വലിയൊരു ക്രാഷ് സംഭവിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ബിറ്റ് കോയിൻ്റെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 140K ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ഒരു വലിയ ബക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് പുറത്തേക്ക് കളയുന്ന അതുപോലെ മാത്രമേ ഉള്ളൂ ഈ 140K ബിറ്റ് കോയിൻ്റെ ഒരു സെല്ലിംഗ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. പക്ഷേ അവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് ഒരുപാട് പേരുടെ പാനിക് സെല്ലിംഗ് അവിടെ നടക്കും. ഒരുപാട് പേര് പാനിക് ആയിക്കൊണ്ട് സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും. അത് വേണമെങ്കിൽ ഒരു മാർക്കറ്റ് ക്രാഷിന് വഴിവെക്കാം. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം Mt.Gox എപ്പോഴാണ് ഈ ബിറ്റ് കോയിൻ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷനും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. സോ അത് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കിയാൽ പോലെ, വെറുതെ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ പേടിക്കാനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് Mt.Goxുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ള കാര്യം. വേണ്ടി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഞാനിവിടെ ഒരു ബൈയിങ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈയിങ് സോൺ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ ശക്തമായിട്ട് താഴേക്ക് വന്നിട്ടുള്ള മാർക്കറ്റ് കുറച്ചെങ്കിലും ഒന്ന് മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ കുറച്ചൊന്ന് പ്രതീക്ഷ തരുന്ന രീതിയിൽ ഒരു 25K വരെയൊക്കെ പോകാനായിട്ട് തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു റാലി നടക്കുന്നതിന് തൊട്ട് മുൻപേ ഉണ്ടായിട്ടുള്ള ഒരു സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡിയാണ് ഞാനിവിടെ നമ്മുടെ ബൈയിങ് സോണായിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 20,303 മുതൽ 18,914 വരെ, സിമ്പിളായിട്ട് പറയാം 18K മുതൽ 20K വരെയുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് നമ്മുടെ ബൈയിങ് സോണായിട്ട് വരുന്നത്. ഈ ബൈയിങ് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാനായിട്ട് സാധ്യതയുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. പക്ഷേ നമുക്ക് ഓരോ മാർക്കറ്റ് ക്രാഷിലും കൃത്യമായിട്ടുള്ള ബൈയിങ് സോണുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ബൈ ഇൻ ദ ഡിപ്പ് എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാ ഡിപ്പും ബൈ ചെയ്യാനുള്ളതല്ല എന്നും പറയാറുണ്ട്. സോ കൃത്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഡാറ്റാസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസും കാര്യമൊക്കെ നടത്തിയിട്ട് വേണം നമ്മൾ ഈ രീതിയിലുള്ള ബൈയിങ് സോണുകൾ കണ്ടെത്താനായിട്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു സെല്ലിംഗ് പ്രഷറിൻ്റെ അവസാന ആ ഒരു ക്യാൻഡിലാണ് ഞാനൊരു ബൈയിങ് സോണായിട്ട് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും.
നമ്മുടെ 2018 ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2017 നവംബർ മാസത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഈ ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഒരു ബൈയിങ് സോൺ ആയിട്ട് വരുന്നത്. അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് നല്ല രീതിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ മുകളിലേക്ക് പോയിട്ടുള്ളത്. സോ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് ബയ്യേഴ്സ് എൻ്റർ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്നു, ദെൻ വീണ്ടും താഴേക്ക് വരുന്നുണ്ട്, ദെൻ വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഒരു ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ മുകളിലേക്ക് പോകുന്നത്. ആൻഡ് വേറെ കുറേ മാർക്കറ്റ് കണ്ടീഷൻ ഇതുപോലുള്ള ഫണ്ട് കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് നല്ലൊരു ബൈയിങ് സോണാണ്. ഈ ഒരു 18K മുതൽ 20K വരെയുള്ള പ്രൈസ് റേഞ്ചിന് അകത്ത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ഞാൻ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ബിറ്റ് കോയിൻ ബൈ ചെയ്യാനായിട്ട് പോകുന്നതും ഈ ഒരു സോണിൽ നിന്നായിരിക്കും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഓക്കെ, തീർച്ചയായിട്ടും പ്രൈസ് താഴേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇനിയും താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ അടുത്ത ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു 18K എന്ന് പറയുന്ന പ്രൈസിന് താഴേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ലോങ് പൊസിഷൻസ് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ബൈ കാര്യങ്ങളൊന്നും ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു 11K മുതൽ 12K വരെ, നമുക്ക് വേണമെങ്കിൽ 10K എടുക്കാം. ഒരു 10K മുതൽ 12K വരെയുള്ള ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മുടെ അടുത്ത ബൈയിങ് സോണായിട്ട് വരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ആൻഡ് ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ പ്രൈസ് അവിടേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ പിന്നീട് അല്ലെങ്കിൽ ഇനി പ്രൈസ് അവിടേക്ക് വരുമ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ അവിടെയായിരിക്കും നമ്മുടെ അടുത്ത ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബൈയിങ് സോണായിട്ട് വരുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 18 മുതൽ 20K വരെയുള്ള ഒരു ഏരിയ നമുക്ക് തീർച്ചയായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ആൻഡ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മാർക്കറ്റ് കണ്ടീഷൻസ് കൊണ്ട് പ്രൈസ് ഇനിയും താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ബൈയിങ് സോണായിട്ട് വരുന്നത് ഈ ഒരു 12K മുതൽ 11K വരെ അല്ലെങ്കിൽ 10K വരെയുള്ള ഒരു ഏരിയ ആയിരിക്കും. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബാരിഷ് ഫ്ലാഗ് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു ഫ്ലാഗ് ബോളിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലാഗ് പാറ്റേണിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൽ നിന്ന് നമ്മൾ ഈ രീതിയിൽ ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു 12K എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ പ്രസന്റ് മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 12Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 12K വരെ പ്രൈസ് ഇറങ്ങി പോയാലും നമ്മളവിടെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള നമ്മുടെ അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഇത്രയും ദിവസങ്ങളിൽ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. സോ ഇനി അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ബിറ്റ് കോയിൻ്റെ ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാരിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സെന്റിമെന്റ് തന്നെയാണ് ബിറ്റ് കോയിനിൽ നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇനിയും പ്രൈസ് താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എൻ്റെ ഒരു എക്സാക്ട് പ്രൈസ് ടാർഗറ്റ്, ഷോർട്ട് ടൈം എക്സാക്ട് പ്രൈസ് ടാർഗറ്റ് ഒന്നും തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല. കാരണം കുറച്ചുകൂടെ കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ആൻഡ് എതേറിയത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എതേറിയത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് എതേറിയത്തിൻ്റെ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 1366 എന്ന് പറയുന്ന 1366 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് എതേറിയത്തിൻ്റെ കാര്യത്തിൽ വെക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈനും കിട്ടിയിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് പ്രൈസ് ഈ രീതിയിലുള്ള റെസിസ്റ്റൻസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ ആയിരിക്കും. ഒരു $2000 വരെയൊക്കെ എതേറിയം അവിടെ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കാരണം മെർജ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട്. സെപ്റ്റംബർ 15-16 തീയതികളിലായിട്ട് എതേറിയം 2.0 കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. സോ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.